മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിണറായി കാണിക്കുന്ന നിസ്സംഗത ഈ കാരണങ്ങൾ കൊണ്ടോ? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ജനകീയ പ്രശ്നങ്ങളിൽ കുറേയൊക്കെ കാര്യക്ഷമമായി ഇടപെട്ടിരുന്ന സർക്കാർ രണ്ടാം ഊഴത്തിൽ പൊതുവെ പുലർത്തുന്നത് ഒരു നിസ്സംഗത തന്നെയാണ്. രണ്ടാം ഭരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്ന ഏക വിഷയം കേരയിൽ ആണ്. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും സമുദായ സംഘടനകളും ഒറ്റക്കെട്ടായി എതിർത്തിട്ടും കേരയിലുമായി മുന്നോട്ട് പോകും എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് ആ നിശ്ചയദാർഢ്യം 40 ലക്ഷം പേരുടെ ജീവനെ ബാധിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കാണിക്കുന്നില്ല എന്ന ചോദ്യം അനേകം കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാവുന്ന ചില സൂചനകൾ ഇന്നലെ ഷെക്കേന ന്യൂസ് സംപ്രേഷണം ചെയ്ത ബിഗ് ഡിബേറ്റിലൂടെ ലഭിക്കുകയുണ്ടായി. ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത മുൻ ചീഫ് വിപ്പ് PC ജോർജാണ് അക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പുലർത്തുന്ന നിശബ്ദതയും CPM പാർട്ടി തമിഴ്നാട്ടിലെ DMK-യിൽ നിന്ന് 12.5 കോടി രൂപ കൈപ്പറ്റിയതും തമ്മിൽ ബന്ധമുണ്ടാകാം എന്ന സംശയമാണ് PC ജോർജ് ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വം തമിഴ്നാടിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി കേരളത്തിൽ നിന്ന് എതിര് നിൽക്കുകയാണെന്നും PC ജോർജ് ഇന്നലെ ഷെക്കേന ബിഗ് ഡിബേറ്റിൽ തുറന്നടിച്ചു. ഗുരുതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഷെക്കേന ന്യൂസ് ഇന്നലെ ബിഗ് ഡിബേറ്റ് സംഘടിപ്പിച്ചത്. പുതിയ ഡാം എന്ന വർഷങ്ങളായുള്ള കേരളത്തിൻ്റെ ആവശ്യം നിരാകരിക്കപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ വെളിപ്പെടുത്തിയപ്പോഴാണ് ഈ ഗുരുതര ആരോപണം PC ഉന്നയിച്ചത്. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിവിധ സമിതികളിൽ അംഗമായിരുന്ന PC ജോർജിനെ സ്വാധീനിക്കാൻ ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ഓഫറുകൾ വന്നിരുന്നതായും PC ജോർജ് ഇന്നലെ വെളിപ്പെടുത്തി. തമിഴ്നാട്ടിൽ ഏലത്തോട്ടം ഉൾപ്പെടെയുള്ളവയായിരുന്നു PC ജോർജിന് തമിഴ്നാട് നൽകിയ വാഗ്ദാനം. ഇത്തരം വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് പല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയെന്നും ഇന്നലെ PC ജോർജ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ DMK-യിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടി 12.5 കോടി രൂപ കൈപ്പറ്റിയത് എന്തിനെന്ന സംശയം വീണ്ടും ഉയരുകയാണ്. കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഗുരുതരമായ വിഷയത്തിൽ മുഖ്യമന്ത്രി പാലിക്കുന്ന മൗനം സംശയാസ്പദമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച മുൻ MLA ജോണി നെല്ലൂരും തുറന്നു പറഞ്ഞു. ജസ്റ്റിസ് KT തോമസും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തോട് മര്യാദക്കേടാണ് ചെയ്തതെന്നും തമിഴ്നാടിന് വേണ്ടി അദ്ദേഹം കണ്ണടച്ചതായും PC ജോർജ് ഇന്നലെ ബിഗ് ഡിബേറ്റിൽ ആരോപിക്കുകയുണ്ടായി. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവമാകുന്ന ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പ്രമുഖ ഭരണകക്ഷിയായ CPM തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വീകരിച്ച 12.5 കോടി സംശയത്തിൻ്റെ നിഴലിൽ കേരളത്തിലെ ഭരണകൂടത്തെ നിർത്തുകയാണ് എന്നതാണ് സത്യം.